ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ചിക്കൻ മോമോ ആണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൈദയാണ്. ഇതൊരു 1/4 കപ്പ് മൈദയുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ടേക്ക് നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് ഗീയാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രമേ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലൊരു ഡോ ആക്കി മാറ്റാം. നമ്മുടെ ചപ്പാത്തി ഡോ ഒക്കെ പോലെ തന്നെയുള്ള ഡോ, കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ഡോ ആണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനെ ഒരു അരമണിക്കൂറോളം മാറ്റി വെക്കണം. അപ്പോഴാണ് നല്ല എലാസ്റ്റിക് ആയിട്ട് വരിക ഡോ. അപ്പം നന്നായിട്ട് ഡോ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വേണം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാൻ. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്കായിട്ട് 2 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് സവാളയുടെ ഹാഫ് ഭാഗം, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് ചോപ്പറിലോ മറ്റോ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ മിൻസ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു ഹാഫ് പോർഷനാണ് എടുത്തിരിക്കുന്നത് ബ്രസ്റ്റ് പീസിൻ്റെ. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ചിക്കൻ്റെ പകുതി ബ്രസ്റ്റ് പീസ്. ഓക്കെ, ഇത് നമ്മൾ മിൻസ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അതും നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും മല്ലിയിലയൊക്കെ കൂടിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് സ്പ്രിംഗ് അണിയൻ്റെ ഒരു ഗ്രീൻ പാർട്സ് മാത്രമാണ് ചേർത്തേക്കുന്നത്. അത് പിന്നെ നമ്മുടെ പെപ്പർ ഫ്രഷ്ലി ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു 1/4 ടീസ്പൂൺ വരെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്രഷ്ഡ് റെഡ് ചില്ലിയാണ്. ഇതൊരു 1/2 ടീസ്പൂൺ വരെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് ഓപ്ഷണലാണ്. സ്പൈസി ആയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സ്പ്രിംഗ് അണിയനും ഉള്ളിയും ഒക്കെ കൂടിയിട്ട് ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പും ഒക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണഗതിയിൽ ഈ ഫില്ലിങ് നമ്മൾ വേവിക്കാറില്ല മോമോ ഫില്ല് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഇന്ന് നമ്മൾ ഫ്രൈഡാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മൾ വേവിച്ചതിന് ശേഷം ഫില്ല് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ എന്താണ് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇനി ഇതിലേക്ക് ഇതൊന്ന് ചൂടാകുമ്പോഴേക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മളെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ ഇനി ചിക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു പൊടിഞ്ഞ രീതിയിലുള്ള മസാല കിട്ടുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ പോയി പോകും. അപ്പോൾ നമ്മുടെ മസാല നന്നായി ഡ്രൈ ആയിപ്പോവും. നമ്മൾ ഇത്തിരി ജ്യൂസി ആയിട്ടുള്ളൊരു മസാലയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ കുക്ക് ചെയ്തെടുത്താൽ മതി. അതും ഒരു 2 മുതൽ 3 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ് അതിൽ താഴെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഇത് നന്നായിട്ട് ചിക്കി എടുത്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നല്ല വെളുത്ത കളറാകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താ ചിക്കൻ വെന്തിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചൂട് പോകാനായിട്ട് നമ്മൾ ആ പാത്രത്തിലോട്ട് തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓവർ കുക്ക് ആവുകയും ഇതിൽ മോയ്സ്നെസ്സൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമ്മുടെ ഡോ ഇതിനിവിടെ പരത്തിയെടുക്കാം. അതിനായിട്ട് ജസ്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ജസ്റ്റ് കുഴച്ച് കൊടുത്തിട്ട് ഇതിന് 2 ഹാഫ് പോർഷൻസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പരത്തിയെടുക്കേണ്ടതുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഓരോ മോമോക്ക് കണക്കായിട്ടുള്ള രീതിയിൽ പരത്തിയെടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലൊരു വലിയ ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ട് നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം, എന്തെങ്കിലും കട്ടറോ മറ്റോ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തേക്കുന്നത്. നോർമലി ഓരോന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമ്മൾ പൂരിയൊക്കെ പരത്തുന്നത് പോലെ ഓരോ പൂരീസ് പോലെ പരത്തിയെടുത്തിട്ട് അതിൽ ഫില്ലിങ്ങൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈസി ആവാൻ വേണ്ടി വലിയൊരു ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇതൊരു ചെറിയ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാ മോമോവും സെയിം സൈസിലും കിട്ടും. അതും ഒരു ബെനിഫിറ്റാണ്. സോ നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോരോ പൂരീസായിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ പൂരിയും എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ സെയിം സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്ന് ഇളക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ഫില്ലിങ് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ ചൂട് പോയ ഫില്ലിങ് എന്ത് ചെയ്യാം, ഒന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പൊടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മോമോയുടെ മുകളിലോട്ടേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. നമ്മളെല്ലാ പൂരീസിൻ്റെ മേലും വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് നമുക്ക് മോമോയുടെ ഷേപ്പിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് ആ പ്ലീറ്റ്സിനെ എന്താണെന്ന് പിൻ ചെയ്ത് വെക്കുകയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടുതൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ ഹാഫ് മൂൺ ഷേപ്പിലാണെങ്കിൽ നമുക്ക് ഹാഫ് വരെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് ബാക്കി അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ടും പ്ലീറ്റ്സ് എടുത്തിട്ട് നോർമൽ മോമോയുടെ ഷേപ്പിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മളങ്ങനെ ഒന്നാമത്തെ മോമോ റെഡിയായി, രണ്ടാമത്തതും റെഡിയായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈഡിൽ നിന്നായിട്ടൊരു ക്ലോസപ്പ് ഷോട്ട് കാണാം ഇതെങ്ങനെയാണ് ഞാൻ ഈ മോമോ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊരു മോമോയുടെ ഫില്ലിങ് വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുത്തു. എന്നിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം ഡയറക്ഷനിലോട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലീറ്റ്സ് എടുക്കുന്നത്. നമ്മുടെ സാരിയുടെ ഒക്കെ പ്ലീറ്റ്സ് എടുക്കുന്ന സെയിം മെത്തേഡിൽ പ്ലീറ്റ്സ് എടുക്കുക, പിൻ ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ സെയിം ഡയറക്ഷനിലോട്ട് തന്നെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം റെസിപ്പി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് ചെയ്യാം. ഇത് നമ്മൾ ഫ്രൈഡിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. സ്റ്റീം ആണെങ്കിൽ ഇതിൻ്റെ മുകൾ വശം ക്ലോസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അങ്ങനെ കാണാൻ ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ മോമോസും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതിന് ശേഷം മീഡിയം ആയിട്ടുള്ള ഒരു ഹീറ്റിൽ ഓയിലിലോട്ടേക്ക് നമ്മൾ മോമോസ് ഫ്രൈ ചെയ്യാനായിട്ടിടാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 2 മുതൽ 3 മിനിറ്റ് വരെ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി വലിയ ഫ്ലെയിമിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളിൽ നമ്മുടെ ഡോ വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചിട്ട് കുക്ക് ചെയ്യാം. അതുപോലെ 2 സൈഡും നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരുന്നുകൊണ്ട് വേവിച്ചെടുക്കാം. ഇതങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ തവിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളങ്ങനെ പിടിച്ച് വെക്കുകയാണെങ്കിൽ അത് തിരിഞ്ഞു പോവില്ല, സെയിം ഡയറക്ഷനിലോട്ടേക്ക് തന്നെ മാറിപ്പോവില്ല. സോ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മളിതിനിങ്ങനെ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴേക്കും എന്തായിട്ടുണ്ടാവും, നമ്മുടെ മോമോ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മോമോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണാം കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കുക്കാവുകയും മറ്റു സൈഡ് കുക്കാവാതിരിക്കുകയും ചെയ്യും. സോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മോമോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടിഷ്യൂലോട്ടേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ എല്ലാ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മോമോ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.